ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിയറിംഗ് വീൽ തിരിക്കാതെ തന്നെ വാഹനം റോഡിന്റെ ഒരു സൈഡിലേക്ക് നീങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് ഇതിന് കാരണം? നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാരണമാകാം ഇത്. വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ റെഗുലർ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് വീൽ അലൈൻമെന്റ്? ഒരു വാഹനത്തിന്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വീലുകൾ ഓരോന്നും പരസ്പരവും റോഡുമായും കൃത്യമായി അലൈൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വീൽ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ക്യാംബർ, കാസ്റ്റർ, ടോ എന്നീ 3 പാരാമീറ്ററുകൾ ലേസർ മെഷറിംഗ് എക്യുപ്മെന്റിന്റെ സഹായത്തോടെ പരിശോധിച്ചാണ് വീലുകൾ അലൈൻ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഒരുപാട് കാലത്തേക്ക് വീൽ ബാലൻസ് ചെയ്യാതിരുന്നാൽ എന്തു സംഭവിക്കും? മിസ്അലൈൻ ആയിട്ടുള്ള വീലുകളാണെങ്കിൽ വാഹനം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സ്റ്റിയറിംഗ് വീലിന്റെ മൂവ്മെന്റിനനുസരിച്ചായിക്കൊള്ളണമെന്നില്ല വാഹനം മൂവ് ആകുന്നത്. ബാലൻസിംഗ് കൃത്യമായില്ലെങ്കിൽ വാഹനത്തിൽ നല്ലതുപോലെ വൈബ്രേഷൻസ് ഉണ്ടാകുകയും യാത്ര ഒട്ടും കംഫർട്ട് ആയിരിക്കുകയുമില്ല. ബെനഫിറ്റ്സ് ഓഫ് വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ്. ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി. വീലുകൾ കൃത്യമായി അലൈൻ ആണെങ്കിൽ വാഹനം സ്മൂത്തായി എഫേർട്ട് ഇല്ലാതെ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ മൈലേജ് നല്ലതുപോലെ ലഭിക്കും. അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 10% വരെ കുറയാൻ സാധ്യതയുണ്ട്. എക്സ്റ്റൻഡഡ് ടയർ ലൈഫ്. അലൈൻമെന്റ് കറക്റ്റ് അല്ലാത്ത ടയറുകളുടെ തേയ്മാനം ഒരേപോലെ ആയിരിക്കില്ല. ഏതെങ്കിലും ഭാഗം പെട്ടെന്ന് തേഞ്ഞു തീരുകയും അവ മാറ്റേണ്ടതായിട്ടും വരും. ടയർ മാറാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെലവ് വരുമെന്നതിനാൽ കൃത്യസമയത്തുള്ള വീൽ ബാലൻസിംഗ് അത്യാവശ്യമാണ്. സ്മൂത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ. പ്രോപ്പർ അലൈൻമെന്റ് ഉള്ള ടയറുകൾ സ്റ്റിയറിംഗ് വീലിന്റെ മൂവ്മെന്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് നല്ല സ്മൂത്ത് ആയിരിക്കും. സ്റ്റിയറിംഗ് ഇടത്തോട്ട് പിടിച്ചാൽ വണ്ടി വലത്തോട്ട് പോകില്ല എന്നർത്ഥം. സേഫ്റ്റി. സഡൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഷാർപ്പ് ടേണിംഗിന്റെ സമയത്തൊക്കെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ബാലൻസിംഗ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവ് എപ്പോഴും സേഫ് ആയിരിക്കും. എപ്പോഴാണ് ഒരു വാഹനത്തിന്റെ വീൽ ബാലൻസ് ചെയ്യേണ്ടത്? സാധാരണയായി 5000 മുതൽ 10000 കിലോമീറ്റർ വാഹനം ഓടിക്കഴിഞ്ഞാൽ വീൽ ബാലൻസിംഗ് ചെയ്യാം. അതിനു മുൻപേ ടയറിന്റെ അമിത തേയ്മാനം, സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ, കൺട്രോൾ കുറവ് എന്നിവയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഗട്ടറിലൊക്കെ വാഹനം അറിയാതെ വീഴുകയാണെങ്കിൽ പോലും അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യത്തെ ചന്ദ്രദൗത്യങ്ങൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഇംപ്രോപ്പർ അലൈൻമെന്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? സീറോ ഗ്രാവിറ്റിയിൽ പോലും പ്രോപ്പർ വീൽ അലൈൻമെന്റ് അത്യാവശ്യമാണെന്നർത്ഥം. സോ റെഗുലർ വീൽ അലൈൻമെന്റും ബാലൻസിംഗും വെറും ടെക്നിക്കൽ ടേമുകൾ മാത്രമല്ല, സ്മൂത്ത് ആയതും സേഫ് ആയതും കോസ്റ്റ് എഫക്റ്റീവ് ആയതുമായ യാത്രയ്ക്ക് അവ അത്യാവശ്യ ഘടകങ്ങളാണ്. ട്രീറ്റ് യുവർ കാർ റൈറ്റ് ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ ദ ഫേവർ. Until next time, happy driving and keep those wheels in check.